ആദ്യമായിട്ട് കേട്ടോ ഞാനൊരു കമന്റിന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഒരുപാട് ഓൺ വോയിസും ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കമന്റിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഒരു കമന്റ് ഇതിൽ കുറച്ച് ഭാഗം മായഞ്ഞു പോയിട്ടുണ്ട്. ആ ഭാഗം കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്താ നിങ്ങൾ പറയണേ? മേക്കപ്പും പൊട്ടിയും ആദ്യം നിങ്ങൾ അവരെ വീഡിയോസിൽ കാണിക്കും, ശേഷം ഇതാ നിന്നെപ്പോലെയുള്ള ഈ മുഖമാണെങ്കിൽ ആരാ സ്വീകരിക്കുക? കുറച്ചൊക്കെ സൗന്ദര്യം വേണം, അല്ലാതെ പൊട്ടിയിട്ട് മേക്കപ്പ് ഇട്ട് ആണുങ്ങളെ വശീകരിക്കാൻ നോക്കരുത്. ഞാൻ ഇട്ടിട്ടുള്ള 11ാമത്തെ ലവ് സ്റ്റോറി, ആ ഒരു ലവ് സ്റ്റോറി നിങ്ങൾ കേൾക്കണം. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് കണ്ടതും അത് എത്രത്തോളം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. അവൻ പറഞ്ഞത് എന്നെപ്പോലെ ഉള്ള ആൾക്കാരാണെങ്കിൽ സ്വീകരിക്കില്ല എന്ന്. എടോ, എൻ്റെ മുഖം ഇത്രയേ ഉള്ളൂ, എനിക്ക് ഒരുപാട് നിറം വേണമെന്നോ ഒരുപാട് ഭംഗി വേണമെന്നോ എൻ്റെ ഭംഗിയുടെ ഒരു മറ്റോന് വരണം എനിക്കൊരു നിർബന്ധമില്ല. നിന്നെ പോലുള്ള സൗന്ദര്യം നോക്കി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പലരും തേക്കാനും ഒഴിവാക്കാനും പലരുടെ സങ്കടങ്ങളും ഫീലിങ്സും ഒന്നും മനസ്സിലാക്കരുത്. നീ വലിയ സുന്ദരനാണോ സുന്ദരിയാണോ ഒന്നും എനിക്കറിയത്തില്ല, ഫേക്ക് അക്കൗണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. അല്ലാതെ അത്രയ്ക്കും ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്വന്തം ഐഡന്റിറ്റി കാണിച്ചിട്ട് ചാറ്റ് ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ കേൾക്കുമായിരുന്നു. ഇത് ചിലപ്പം ആ ഒരു സ്റ്റോറിയിലെ കഥാപാത്രമാണോന്നും എനിക്കറിയില്ല. എന്തായാലും അവൻ പറഞ്ഞിരിക്കുന്നതാണ്, നിന്നെപ്പോലുള്ള മുഖമാണെങ്കിൽ ആരെയും സ്വീകരിക്കുന്നു. എടോ, ഒരാളുടെ മുഖം നോക്കി സ്വീകരിക്കാനാണെങ്കിൽ നീ വല്ല അംബാനിനെയോ അല്ലെങ്കിൽ എന്താ പറയാ വല്ല ഐശ്വര്യറായിനെയോ ഒക്കെ പോയി നോക്ക്. നിന്റെ വീട്ടിൽ നിന്റെ അമ്മയും പെങ്ങളും കുടുംബക്കാരൊക്കെ ഭയങ്കര നിറവും ഭംഗിയുള്ള ആൾക്കാരായിരിക്കും. ഞങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് സ്നേഹിക്കുന്നവരും മനസ്സിലാക്കുന്നവരും മാത്രം മതി. നീ പറഞ്ഞ ആ ഒരു വർത്തമാനത്തുണ്ട്, നീ എന്താണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് സ്വന്തം അക്കൗണ്ടിൽ ഈ ഒരു കമന്റ് ഇട്. നിന്നെ അറിയുന്നവരും നിന്നെ കാണുന്നവരും കൂടി മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഏതെങ്കിലും പെണ്ണോ ആണോ ഉണ്ടെങ്കിൽ അവനും കൂടി മനസ്സിലാക്കട്ടെ. ഇതുപോലെ സൗന്ദര്യത്തിന് നോക്കിയിട്ട് മാത്രം പിന്നാലെ പോകുന്ന ഒരു മണകൊണാഞ്ചനാണ് നീ എന്നുള്ളത്. കാരണം ഞാൻ ഇതുവരെ ആരെയും കണ്ടില്ല. ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ട് അത്രത്തോളം സപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയത് നിറത്തിനും കാര്യങ്ങൾക്ക് ഒന്നിനും അത്രത്തോളം പ്രസക്തി കൊടുക്കാതെ മനുഷ്യരെ മനസ്സിലാക്കി സ്നേഹിക്കാൻ പറ്റുന്ന അത്രത്തോളം ആൾക്കാരുണ്ടെന്നാണ്. എന്തായാലും എനിക്ക് കിട്ടിയില്ല. ഏറ്റവും വൃത്തികെട്ട ഒരു മെമ്പറായിട്ട് എനിക്ക് തോന്നി. നോർമൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു സാധനം എന്നെ കമ്പയർ നീ പറഞ്ഞത് എന്നെ ഞാൻ ഒരുപാട് ഭംഗിയുണ്ടെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഈ സാധനം മതി. അല്ലാതെ നീ പറഞ്ഞ പോലെ കുറേ പുട്ടിയിട്ടിട്ട് കുറേ വെളുപ്പിച്ചിട്ട് എന്നെ ഒരാളും കാണണ്ട, ഒരാൾ സ്നേഹിക്കുമ്പോൾ ഒരാൾ സപ്പോർട്ടും ചെയ്യണ്ട. ഞാൻ എൻ്റെ സൗന്ദര്യം കാണിക്കാനല്ല വീഡിയോ ചെയ്യുന്നത്. എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 10 രൂപയ്ക്ക് 10 വരും. അതെൻ്റെ സമ്പാദ്യമാണ്. ഓക്കെ, നിന്നെക്കൊണ്ടത് പറ്റില്ല. നിന്നെക്കൊണ്ടത് പറ്റുമെങ്കിൽ നീ കുണക്കി. ഓക്കെ, പിന്നെ നീ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് നീ ആലോചിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന നീ പറഞ്ഞ് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള എല്ലാ കാര്യവും എല്ലാവർക്കും അത് പെർമനൻ്റ് നിൽക്കാൻ പോകുന്നില്ല. നിനക്ക് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. നീ നിറം കൊണ്ടും ബാക്കിയെല്ലാം കൊണ്ടും ഭയങ്കര ഭംഗിയുള്ളവനാണെങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് നീ വളരെ 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 വിചിത്രമായിട്ടൊരു ജീവിയാണ്. പക്ഷേ ഞാൻ പുറത്ത് ഭംഗി കുറവാണെങ്കിലും അകത്ത് എനിക്ക് ഉറപ്പാണ് ഞാൻ നല്ല ഭംഗിയുള്ള ഒരാളാണ്. എനിക്കത് മാത്രം മതി. അപ്പം താങ്ക് യു.